ഹലോ അജ്മലാണ്ടോ? ഞാനിപ്പോൾ ബഹ്റൈൻ എയർപോർട്ടിലാണ് ഉള്ളത്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ വരാനും പോകാനും പറ്റുന്ന ഒരു എയർപോർട്ടാണ് ദുബായ് എയർപോർട്ട് എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. സത്യത്തിൽ അത് മാറി കിട്ടി. ബഹ്റൈനിൽ നിന്ന് ദുബായിലേക്ക് പോകാനായിട്ട് ഞാൻ ഫ്ലൈറ്റിന് റേറ്റ് ചെക്ക് ചെയ്തപ്പോൾ ബഡ്ജറ്റ് എയർലൈനിന് പോലും 12,000 13,000 റേറ്റ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എത്തിഹാദിൻ്റെ ഒരു സർവീസ് ഞാൻ കാണുന്നത്. അതായത് ബഹ്റൈനിൽ നിന്ന് അബുദാബി വരെ വിമാനത്തിൽ പോയിട്ട് അബുദാബിയിൽ നിന്ന് ദുബായ്ക്ക് അവരുടെ ലക്ഷറി കോച്ചിൽ അവർ എത്തിച്ചേരും ബൈ റോഡ് വഴി. മറ്റുള്ള എയർലൈനിൽ ബഹ്റൈനിൽ നിന്ന് ദുബായിലേക്ക് പോയി ഇറങ്ങാനായിട്ട് 12,000 രൂപയിലൊക്കെ ചാർജ് വന്നപ്പോൾ വെറും 6,000 രൂപ കണ്ട ഞാൻ ഇതിൽ പോയത്. അപ്പോൾ എത്തിഹാദിൻ്റെ ഫ്ലൈറ്റും അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന ബസ് സർവീസും അതെല്ലാം എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. ഇതൊക്കെ ഓൺ ടൈമാണ്ടോ? 5 മിനിറ്റ് കൂടെ ഉണ്ട്, ഇപ്പം തന്നെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഫ്ലൈറ്റ് വന്നത് യാത്രക്കാരെയൊക്കെ ഇറക്കി ഇതാ ലഗേജൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് കയറാൻ പോകുന്ന എയർ ബ്രിഡ്ജിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെ എത്തിഹാദ് എയർലൈൻസിലേക്ക് നമ്മൾ കയറുകയാണ്. ആ ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി സീറ്റൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അവിടെ ഇരിക്കാനുള്ള സമയമായിട്ടില്ല. പിന്നെ ആവട്ടെ. അങ്ങനെ അവിടെ നിന്ന് പതുക്കെ പുറകോട്ട് നടന്ന് ദാ ഈ കാണുന്ന കൂട്ടത്തിലാണ് നമ്മുടെ സീറ്റുള്ളത്. ഇത്രയും നാൾ വിമാനയാത്ര ചെയ്തതിൽ എല്ലാ തവണയും വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്തവണയും മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വിൻഡോ സീറ്റ് തന്നെ കിട്ടി. വിമാനം ആയിക്കോട്ടെ, കാറായിക്കോട്ടെ, ബസ്സായിക്കോട്ടെ, യാത്ര ചെയ്യുമ്പോൾ കാഴ്ചകൾ കണ്ടു പോകുമ്പോഴേ ഒരു ത്രില്ലുണ്ടാവുള്ളൂ. മിക്ക സമയത്തും എൻ്റെ ഈ സൈഡ് സീറ്റുകളൊക്കെ ഫ്രീ ആയിരിക്കും. വളരെ അപൂർവമായിട്ടേ ആളുകൾ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഫ്ലൈറ്റ് മൂവായി തുടങ്ങിയിട്ടുണ്ട്. എത്തിഹാദ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടെ പ്രീമിയം ഫ്ലൈറ്റാണ് കേട്ടോ പ്രതീക്ഷ. പക്ഷേ അരമണിക്കൂറൊക്കെ ഫ്ലൈ ചെയ്യാനായിട്ട് ഇത് തന്നെ ധാരാളമല്ലേ. അങ്ങനെ 5 വർഷക്കാലം ജോലി ചെയ്ത ബഹ്റൈനോട് വിട പറയാണ്. ഫ്ലൈറ്റ് ഇതാ ടേക്ക് ഓഫ് ആവാൻ പോവാണ്. ബഹ്റൈൻ്റെ രാത്രി സമയത്ത് ആകാശക്കാഴ്ച നല്ല ഭംഗിയാട്ടോ, നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്. നമ്മൾ രാവിലെ നോക്കുമ്പോൾ ശരിക്കും ഒരു ദ്വീപ് പോലെയാണ്. വെള്ളത്തിൻ്റെ നടുവിൽ കുറച്ച് ലാൻഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇത്തിഹാദിൽ പിന്നെ ഫ്രീ ഫുഡ് ഉള്ളതുകൊണ്ട് സീ ഫുഡ് മീലൊക്കെയാണ് ഞാൻ കൊടുത്തിരുന്നത്. പക്ഷെ കിട്ടിയത് ഒരു ബ്രെഡ് സാൻഡ്വിച്ചും ഒരു കിറ്റ്കാറ്റും കുറച്ച് ഒമാൻ ചിപ്സും ഒരു കുപ്പി വെള്ളമാണ്. സത്യം പറഞ്ഞാൽ 3/4 മണിക്കൂറുള്ളൊരു യാത്രയ്ക്ക് സീ ഫുഡ് മീലൊക്കെ ഇച്ചിരി ആർഭാടമല്ലേ. ഇതൊക്കെ തന്നെ ധാരാളമാണ്. അങ്ങനെ ഒരു അരമണിക്കൂർ സമയത്തെ യാത്രയ്ക്ക് ശേഷം അബുദാബിയിൽ എത്തിയിട്ടുണ്ട്. അതായത് ബസ്സിലാണ് നമ്മൾ അകത്തേക്ക് എത്തിക്കുന്നത്. എനിക്ക് ഇങ്ങനെ വിമാനം ഇറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം നമുക്ക് വിമാനം ശരിക്കും അടുത്ത് കാണാം. എയർ ബ്രിഡ്ജിലൊക്കെ ഇറക്കിയിട്ട് നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് വിമാനം കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അബുദാബി എയർപോർട്ടിലെത്തി. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർമിനൽ എയിൽ ബസ് വരും. പക്ഷേ 8:30 ആവണം. സമയം നിലവിലിപ്പോൾ 6 മണി ആയിട്ടുള്ളൂ. 2.5 മണിക്കൂറിൻ്റെ ഹോൾട്ട് ലേ ഓവറുണ്ട് ഇവിടെ. അപ്പോൾ നിസ്കരിച്ചിട്ടില്ല. ഒന്ന് പോയി സുബയൊക്കെ നിസ്കരിച്ചിട്ട് പതുക്കെ ഒരു ചായ കുടിച്ചിട്ട് ഇരിക്കുമ്പോഴേക്കും സമയമാവുമെന്ന് വിചാരിക്കണം. അവിടെ ഒരു ബോർഡിനകത്ത് ബസ്സസ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. മിക്കവാറും അവിടെ ആയിരിക്കും ബസ് വരുന്നത്. 2.5 മണിക്കൂറുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് കാണാം എയർപോർട്ടൊക്കെ. സംഭവം ഇത്ര വലിയ എയർപോർട്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ നോക്കിയിട്ട് ഒറ്റ പ്ലഗ് പോയിൻ്റ് കാണാനില്ല. എൻ്റെ അമ്മ കത്തിയായിട്ടുന്നേ. ഞാനത് അന്വേഷിച്ചുകൊണ്ടാണ് ഈ നടക്കുന്നത്. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ ഒരു പില്ലറും ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ട്. അപ്പം തന്നെ ചാർജർ എടുത്ത് കുത്തി. അങ്ങനെ നമ്മൾ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങാണ്ടോ. ഇതാണ് അബുദാബി എയർപോർട്ടിൻ്റെ പുറം ലോകം. നല്ല അടിപൊളി കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടോ എയർപോർട്ടിൻ്റെ. നല്ല ഭംഗിയായിട്ട്, നല്ല കണ്ടാൽ തന്നെ നമുക്ക് നല്ല ഭംഗി തോന്നുന്നൊരു എയർപോർട്ട്. ഇതാ റൈറ്റ് സൈഡിലാണ് നമുക്ക് പോകാനുള്ള ബസ് വരുന്നത് കേട്ടോ. 7:30 മണിക്കാണ് ചെക്ക് ഇൻ ടൈം പറഞ്ഞത്. ഞാനിപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അകത്താ വൈഫേ ഉള്ളൂ, സിം കട്ടല്ലേ, വേണേൽ അകത്ത് കയറി എന്നുള്ളാൻ പറഞ്ഞു. അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു. 7:30 അവിടെ ചെല്ലണം എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്, ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പുറകിലോട്ട് പോകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ ഇവിടുന്ന് എയർപോർട്ടിൻ്റെ ഒരു ബസ്സുണ്ട്, അതവിടെ സ്റ്റാർട്ടിങ് കിടപ്പുണ്ട്. അപ്പോൾ ആ ചെക്കന്മാർ പറഞ്ഞ് പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്നൊന്നും പോകണ്ട, എത്തിയാതിൻ്റെ ബസ്സിൽ തന്നെ പോയി അതെന്ന് പറഞ്ഞു. ഒന്നാമത് ആദ്യമായിട്ട് വരണതാണ്. ബസ്സൊക്കെ മാറി കയറി ഒന്നാമത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന ആളെ കാണാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് വലിയ ചൊറയാവും. എന്നാലും നമുക്ക് ആ എത്തിഹാദിൻ്റെ ബസ് സർവീസ് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് കാണാൻ വേണമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും എത്തിഹാദിൻ്റെ ബസ്സിൽ തന്നെ പോകും. ഇതവിടെ ഇഷ്ടംമാതിരി ആൾക്കാരുടെ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ക്യൂവിലേക്ക് പോയി നമുക്ക് അങ്ങോട്ട് കയറാം.
ഇതാ കിടക്കുന്ന ബസ്സില്ലേ, അതും ഇതുപോലെ തന്നെ സർവീസിന് എടുക്കുന്നുണ്ട്. ദുബായിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ആ ബസ്സിലും കയറി പോവാം. എത്തിഹാദിൻ്റെ ബസ് ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ അതിലേക്ക് പോകാത്ത കേട്ടോ. റേറ്റ് കുറവ് നോക്കിയിട്ട് UAEയുടെ ഏത് എയർപോർട്ടിൽ ചെന്നിറങ്ങിയാലും നമുക്ക് ധൈര്യമായിട്ട് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും പോകാനായിട്ട് സാധിക്കും കേട്ടോ. അതിനുള്ള ബസ് സർവീസൊക്കെ എല്ലാ എയർപോർട്ടിലും ഉണ്ടാവും. അങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ പരിചയപ്പെട്ടൊരു പയ്യനാണ്ടത്, ശ്രീലങ്കക്കാരനാണ്. അവന് ലേശം തമിഴൊക്കെ അറിയാം, പക്ഷെ നമുക്ക് അങ്ങോട്ട് കറക്റ്റായിട്ടാണ് മനസ്സിലാകുന്നില്ല പറയണമെന്ന്. അങ്ങനെ ഓരോ ബസ്സുകൾ വരുന്നുണ്ട്, ആൾക്കാരെടുക്കുന്നുണ്ട്, പോകുന്നുണ്ട്. നമ്മുടെ ബസ്സിനുള്ള ടൈം ആകുന്നേ ഉള്ളൂ. അങ്ങനെ കാത്തിരിപ്പിനൊക്കെ വിരാമമായിട്ടോ എത്തിഹാദിൻ്റെ ബസ് എത്തി. ഒരെണ്ണമല്ല 2-3 ബസ് 1 by 1 ആയിട്ട് കിടപ്പുണ്ട്. ആദ്യം തന്നെ ഇവിടെ നിന്ന പയ്യന്മാരോട് ചോദിച്ചപ്പോൾ നമുക്കൊരു ഡൗട്ട് വന്നു. ഇവർ ആദ്യം പറഞ്ഞു ഇബൻ ബത്തൂത്ത എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റോപ്പിൽ നിർത്തുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് അവിടെയൊന്നും നിർത്തുമൊന്നുമില്ല. ഇതിനാകെ ഒറ്റ സ്റ്റോപ്പുള്ളൂ. ബിസിനസ് ബേ അൽ വസൽ സെൻറ്റർ എന്ന് പറഞ്ഞ ഒറ്റ സ്ഥലത്തേക്കാണ് ഈ വണ്ടി പോയി നിർത്തുള്ളൂ. നമുക്ക് എവിടെ പോകണമെങ്കിലും അവിടെ നിന്ന് പോകണം. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലാണ് ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും അവരവിടെ നിർത്തി തരില്ല. അൽ വസൽ സെൻറ്ററിൽ പോയി ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ എനിക്കൊന്നും ബസ്സിൻ്റെ ചെക്കിംഗ് ടൈം ആവുന്നുള്ള 7:25 അവർ പറയുന്നത്. പക്ഷേ 7:30 കഴിഞ്ഞു. ബസ് വന്നെങ്കിലും അകത്തേക്ക് കയറാനുള്ള ടൈമായിട്ടില്ല. ഡിപ്പാച്ചർ 8:30 തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വരാനുള്ളവരൊക്കെ വന്നു കഴിഞ്ഞ് 8:30 ഇവിടുന്ന് പോവുക. 1 മണിക്കൂറിൻ്റെ ഓട്ടാണ്. 2 മണിക്കൂർ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ബസ്സിലേക്ക് കയറിയത് ഞാനുണ്ടോ. നല്ല ബസ്സാണ്ടോ, ലോങ് ജേർണിക്കൊക്കെ പറ്റിയ ബസ്സാണ്. 1 hour ഇരുന്നാൽ മതിയെങ്കിലും നല്ല സീറ്റും കാര്യങ്ങളൊക്കെയാണ് ബസ്സിനുള്ളത്. ഒരു മണിക്കൂർ ബസ്സിൽ ഇരിക്കണമെങ്കിലും ബോറടിക്കില്ല കേട്ടോ. വൈഫൈ പാസ്വേഡൊക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബസ് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. UAEയുടെ മണ്ണിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പോവാണ്. ഇന്ത്യക്കും ബഹ്റിനും ശേഷം അടുത്തൊരു രാജ്യത്തും കൂടെ എത്താനായിട്ട് സാധിച്ചു. നമ്മൾ ഈ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. പല പല രാജ്യങ്ങളിലൊക്കെ ചെല്ലാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സന്തോഷ് ജോർജ് കുളങ്ങരനെ പോലെ സാധിക്കില്ലെങ്കിലും നമ്മളെ കൊണ്ടാകുന്ന രീതിയിലൊന്ന് യാത്ര ചെയ്യണമെന്നൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. അങ്ങനെ UAEയിലെ റോഡും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പതുക്കെ പതുക്കെ അങ്ങോട്ട് പോകാം അല്ലേ. ടിക്കറ്റ് എടുത്തപ്പോൾ ഫുഡിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്പെഷ്യൽ മീലൊക്കെയാണ് കൊടുത്തത്. പക്ഷേ കിട്ടിയത് ആ കാണുന്നൊരു വെള്ളമാണ്. അല്ലെങ്കിലും ബസ്സിലൊന്നും ഫുഡൊക്കെ സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമില്ലല്ലോ. സത്യത്തിൽ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസമാണ് ശരിക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബസ് നീങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നല്ലകൊണ്ട് ഉറങ്ങിപ്പോയിട്ടോ. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ദുബായിലെത്തി നമ്മൾ. ബുർജ് ഖലീഫയുടെയൊക്കെ ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് ഈ എത്തിഹാദിൻ്റെ സ്റ്റേഷൻ വരുന്നത്. അങ്ങനെ ഒടുക്കം നമ്മൾ അൽ വസൽ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ യാത്ര അവസാനിച്ചു. ഇതാ കിടക്കുന്നതാണ് എത്തിഹാദിൻ്റെ ബസ്. ഇതാ 1-2-3 ബസ്സുകളുണ്ട്. ഈ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ ദുബായ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് കാണാം. സോ സ്റ്റേ ട്യൂൺ വിത്ത് മീ. സൈനിങ് ഓഫ്. അജ്മൽ സ്റ്റോറി ബുക്ക്. ബൈ.